ഇന്ത്യൻ 2. ഇന്ത്യൻ 2 പറയുന്നതിന് മുന്നേ ഇന്ത്യൻ 1നെ പറ്റി പറയാം. ഇന്ത്യൻ 1 നിങ്ങൾ കാണാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ 1 കണ്ടിരിക്കണം. കാരണം ന്യൂ ജനറേഷൻ ആൾക്കാരൊന്നും ചിലപ്പോൾ ഇന്ത്യൻ 1 കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ 1 കണ്ടിരിക്കണം എന്ന് പറയാൻ കാരണം ഈ സിനിമ ഒരു ദുരന്തമായതുകൊണ്ടാണ്. ഈ സിനിമയിൽ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കമൽഹാസൻ്റെ ലുക്ക് രസമുണ്ട്, കുഴപ്പമില്ല. ഫസ്റ്റത്തെ ലുക്ക് ബോറാണെങ്കിലും പിന്നെയുള്ള ലുക്കുകളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സിനിമൻ്റെ VFX, ആനിമേഷൻ, വിഷ്വൽ സൈഡൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ മരിച്ചുപോയ കുറച്ച് നടന്മാരൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതൊക്കെ ഒരു മുന്നേ ഷൂട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. മറ്റേ നടിമുടി വേണുണ്ട്, മനോബലുണ്ട്, വിവേക് ഉണ്ട്. പിന്നെ കുറച്ച് AI ടെക്നോളജി വെച്ചിട്ടാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. എന്നാലും രസമുണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ. പിന്നെ അവരൊക്കെ മരിച്ചുപോയവരൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം അതുമുണ്ട്. പിന്നെ സിനിമയിൽ കാളിദാസ് ജയറാമിന് ചെറിയൊരു വേഷമുണ്ട്. ഇന്ത്യൻ 1ൻ്റെ 7 അയലത്ത് ഈ സിനിമ വരില്ല. ഇന്ത്യൻ 1 ഉലകനായകൻ്റെ ഒരു മാസ് മൂവിയായിരുന്നു. ഇത് ഉലകനായകൻ എന്താണ്, ഇന്ത്യൻ താത്ത എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. സിനിമനെ പറ്റി പോസിറ്റീവ് പറയുന്നതിനെക്കാളും കൂടുതൽ നെഗറ്റീവാണ്. ഈ സിനിമ ആണെങ്കിൽ കുറേ ടൈമും ഉണ്ട്, അതിട്ട് വലിച്ച് നീട്ടണമുണ്ട്. ഈ സിനിമയിലാണെങ്കിൽ ഒരു മാസില്ല. പിന്നെ അതുപോലെ തന്നെ സോങ്സ് ഒന്നും ഒട്ടും പോരാ. പിന്നെ ബോബി സിംഹൻ്റെ വേഷം, ബോബി സിംഹം തീരെ പോരാ. ബോബി സിംഹൻ്റെ ആ ഒരു കഥാപാത്രം ഇന്ത്യൻ 1ൽ നെടുമുടി വേണു ചെയ്ത ഇത് അടിപൊളിയായിരുന്നു. നെടുമുടി വേണുവിൻ്റെ മകനായിട്ട് അതിൽ ബോബി സിംഹ വരുന്നത് CBI ഓഫീസറായിട്ട്. ഒട്ടും പോരാന്ന് പറഞ്ഞാൽ ഒട്ടും പോരാ. ഈ സിനിമയിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പഴയ ശങ്കറിൻ്റെ സിനിമ പോലെ തന്നെ. അന്യൻ കുറേ ഭാഗത്ത് അന്യൻ തന്നെയാണ്. അന്യൻ്റെ കുറേ സീനുകളൊക്കെ ഇതിലും ഉണ്ട്. അന്യൻ എന്ന് പറഞ്ഞ സിനിമ രണ്ടാമത് കണ്ട പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. സിനിമയിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്, മറ്റേ തെറ്റ് മാത്രം ചെയ്യുന്ന ഒരു ജനത തെരുവ് നാടകത്തിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന കുറേ യുവാക്കൾ അവരെ പ്രതികരിക്കാൻ ആളില്ലാതെ വരുമ്പോൾ യൂട്യൂബിൽ കൂടെ ഇന്ത്യനെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിക്കലും കാര്യങ്ങളൊക്കെയാണ് സിനിമ. അങ്ങനെയാണ് തുടങ്ങുന്നത്. സിനിമൻ്റെ തീമിലൊന്നും ഒരു മാറ്റില്ല, സെയിം തീം തന്നെ. അന്യന്, ഇന്ത്യന് ഒക്കെ കൂടി കോപ്പിയാണ് സിനിമയിൽ. പിന്നെ അംബാനിയും വിജയ് മല്യനൊക്കെ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഓരോ മർമ്മത്തിനും ഓരോ പേരാണ്. ഇന്ത്യൻ 2 ദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ, കച്ചറ പടം എന്ന് പറയാം. ശങ്കറിൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞിരിക്കണം, ഇനി വീട്ടിലിരിക്കണ നല്ലത്. ഇതിന് 3 വരുന്നുണ്ട്, ഇന്ത്യൻ 3. എന്തിനാണോ 3ൻ്റെ ആവശ്യം? ലാസ്റ്റ് ഒരു അടിയുണ്ട്, ഫുള്ള് കോമഡിയാണ്. അടി കൊണ്ട ആൾക്കാരൊക്കെ കുതിര ഓടുന്ന മാതിരി പായണാണ്. പിന്നെ കമൽഹാസൻ്റെ ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട്, പെറ്റ തള്ള സഹിക്കൂല. ഈ സിനിമ എങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടു തീർത്ത് അതൊന്നും സഹിക്കാൻ പറ്റൂല. പിന്നെ ഈ പറഞ്ഞതൊക്കെ എൻ്റെ സ്വന്തം പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.